മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് പോലെ തന്നെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് ഗുരുവിനാണ്. നമ്മുടെ മക്കൾ നമ്മൾ കഴിഞ്ഞാൽ അടുത്ത അവർ സ്കൂളിൽ പോകുമ്പോൾ അവിടെ സേഫ് ആണ് എന്നുള്ള ചിന്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണല്ലോ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഗുരുവിനും അത് കഴിഞ്ഞിട്ടേ ദൈവത്തിന് പോലും സ്ഥാനമുള്ളൂ. ഇപ്പം ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു വേദനയാണ് തോന്നിയത്. കാരണം ഒരു കൊച്ചു കുഞ്ഞിനോട് അംഗനവാടിയിലെ ആ ടീച്ചറിന്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞു ജീവൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലായിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ശരിക്കും വളരെ വേദനയാണ് തോന്നിയത്. ഇതിന് സംഭവിച്ചതിനെ കുറിച്ച് മനോരമ ന്യൂസിലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് ആദ്യം കേട്ടു നോക്കാം. തിരുവനന്തപുരം മാറനല്ലൂരിൽ അംഗനവാടിയിൽ വെച്ച് വീണ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്ക്. 3 വയസ്സുകാരി വൈകിയാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. വൈകിയുടെ തലയോട്ടിക്കും നട്ടലിനും പരിക്കുണ്ട്. കുട്ടി വീണ വിവരം അംഗൻവാടി ടീച്ചർ അറിയിച്ചില്ല എന്നുള്ള ആരോപണമാണ് പിതാവ് ഉന്നയിക്കുന്നത്. വിളിച്ചു ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന ന്യായമാണ് ടീച്ചർ പറഞ്ഞതെന്ന് പിതാവ് മനോരമ ന്യൂസിനോട് പറഞ്ഞത്. വിളിച്ചു ചോദിച്ചപ്പോൾ അത് പറയാൻ മറന്നുപോയി എന്നുള്ള ആ ഒരു ടീച്ചറിന്റെ ന്യായം എന്തർത്ഥത്തിലാണെന്നറിയില്ല. ഇനിയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഏൽപ്പിക്കുന്നത്? അത് 3 വയസ്സായുള്ള കുട്ടി വീണ കാര്യം പോലും ആ ഒരു അംഗനവാടി ടീച്ചറിന് ഒന്ന് മാതാപിതാക്കളെ അറിയിക്കാനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ ഒരു പിതാവ് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ന്യായം കേട്ടോ, മറന്നുപോയി എന്നുള്ളൊരു ന്യായം. ഇതാണോ അംഗനവാടിയിലെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? ഇപ്പം വലിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ ചെറിയ തോതിലെങ്കിലും അറിയാമായിരിക്കും. പക്ഷേ 3 വയസ്സായുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അംഗനവാടി ടീച്ചർ എന്ന് പറയാൻ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അവർ നോക്കേണ്ടത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ അവർ കാണിച്ചത് മഹാക്രൂരത തന്നെയാണ്. പോങ്ങുംമൂട് സ്വദേശികളായ രതീഷ് സിന്ധു ദമ്പതികളുടെ മകളാണ് വൈഗ. കഴിഞ്ഞ ദിവസം അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം എന്ത് കഴിച്ചാലും കുട്ടി ഛർദ്ദിക്കുകയായിരുന്നു എന്നാണ് രതീഷ് പറയുന്നത്. 2 തവണ ഭക്ഷണം കൊടുത്തു, 2 തവണയും ഛർദ്ദിച്ചു. പാല് കൊടുത്തതും ഛർദ്ദിച്ചു. കിടക്കണമെന്ന് കുഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരുന്നു, നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് വൈഗയുടെ ഇരട്ട സഹോദരനായ കുട്ടി വീണ വിവരം പറഞ്ഞത്. കുട്ടി ട്വിൻസ് ആണ്. അപ്പം ട്വിൻസിലോ മറ്റേയാളാണ് പറഞ്ഞത് വൈഗ വീണ വിവരം. അങ്ങനെയാണ് ആ മാതാപിതാക്കൾ അറിയുന്നത്. നോക്കിയപ്പോൾ വൈഗയുടെ തല മുഴച്ചിരിക്കുന്നത് കണ്ടു. ഏകദേശം പകൽ 12:30 നടന്ന സംഭവമാണ്. പക്ഷേ ടീച്ചർ അത് അറിയിച്ചില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ മറന്നുപോയെന്നുള്ള മറുപടി. നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. ഇവിടെ വെച്ച് CT സ്കാൻ ചെയ്തു. പിന്നീട് SIT ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 5 മണിയോട് അടുത്താണ് ടീച്ചറെ വിളിച്ച് വിവരം തിരക്കിയതും കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. CT സ്കാൻ റിപ്പോർട്ടും മറ്റും കിട്ടി SIT ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും രാത്രി 9 മണിയായി. നിലവിൽ അടിയന്തരമായി MRI സ്കാൻ വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. കുഞ്ഞിന് ആന്തരിക രക്തസ്രാവമുണ്ട്. കഴുത്തിന് പിന്നിൽ ഗുരുതര പരിക്കുണ്ട് എന്നാണ് രതീഷ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തിരി മനുഷ്യത്വം ആ ഒരു കൊച്ചു കുഞ്ഞിനോട് കാണിച്ചുകൂടായിരുന്നോ ഇവർക്ക്? ആ ഒരു 3 വയസ്സായ കുഞ്ഞിനെ എന്താണ് അറിയാവുന്നത്? ഒന്നും വേണ്ട, അവർക്ക് ആ ഒരു സമയത്ത് അവരുടെ മക്കളെയും കൂടി ഒന്ന് ഓർത്താ പോരെയെന്ന്. എങ്കിൽ ഈ ഒരു അവസ്ഥ ഒരിക്കലും വരത്തില്ലായിരുന്നു. ഓരോ അച്ഛനമ്മമാർ എന്ത് കരുതലോടെയും സ്നേഹത്തോടെയാണ് അവരവരുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. എന്നാലും ഈ ഒരു സ്ത്രീക്ക് ആ ഒരു ഫീലിങ്സ് തന്നെ ഇല്ല എന്ന് തന്നെ പറയും. കൊച്ചു കുഞ്ഞ് വീണപ്പോൾ തല മുഴച്ചിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ അത് ഒന്ന് അച്ഛനെ അറിയിച്ചാൽ മതിയായിരുന്നു. അവർക്ക് കൊണ്ടുപോകാൻ വയ്യായിരുന്നെങ്കിലും അച്ഛനെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ അവരതും ചെയ്തില്ല. അതിനുള്ള ചോദിച്ചിട്ടുള്ള മറുപടി പറഞ്ഞതോ മറന്നുപോയി എന്നുള്ളൊരു മുരട്ട് ന്യായവും കൂടി. ഈ മിക്ക അംഗൻവാടികളിലും ഈ അർഹതപ്പെട്ട അംഗൻവാടി ടീച്ചേഴ്സ് ആയിരിക്കില്ല കയറുന്നത്. അത് വല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പിടിപാട് കൊണ്ടൊക്കെ ഈ ടീച്ചേഴ്സും ഹെൽപ്പറൊക്കെ കയറാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ യോഗ്യതയുള്ള ആൾക്കാർക്ക് പോലും ജോലി കിട്ടാത്ത അവസ്ഥയിലാണ് ഈ വിവരമില്ലാത്ത ആൾക്കാർ ഇതിൽ നിർത്തുന്നത് തന്നെ. എന്തായാലും ഇവർക്ക് അതിനുള്ള യോഗ്യതയും അർഹതയും ഉണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഒരു കുറ്റം ചെയ്താൽ ഉടനെ ജാമ്യം എടുത്ത് പുറത്തിറങ്ങാനുള്ള വകുപ്പൊക്കെ ഓരോരുത്തർ കണ്ടെത്തിക്കോളും. അതുകൊണ്ട് തന്നെ ഇവളുകളൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി, അതിന് ശിക്ഷ കിട്ടില്ല എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും കാണിച്ചത് മഹാക്രൂരത തന്നെയാണ്. ഈ വിവരമുള്ള ആളുകൾ തന്നെയായിരുന്നു അംഗൻവാടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് തക്ക സമയത്ത് തന്നെ ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞിന് ആ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നമ്മൾ അച്ഛനമ്മമാർ നോക്കുന്നത് പോലെ ആരും നോക്കില്ല എന്നുള്ള കാര്യത്തില്.
കാരണം അവർക്ക് ആ ഒരു ജോലി മാത്രമാണ്, ജോലി ചെയ്യുക, ശമ്പളം വാങ്ങുക എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഇത്തിരി മനുഷ്യത്വം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു.